ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നത്തിങ് എന്ന ബ്രാൻഡിൽ നിന്ന് ഒരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ആ ഒരു ബ്രാൻഡിൻ്റെ ഫസ്റ്റ് സ്മാർട്ട് ഫോണാണ് നത്തിങ് ഫോൺ 1 എന്ന പേരിൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസിനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ലീക്കായി പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമതായി ഈ ഒരു നത്തിങ് ഫോൺ 1 എന്ന ഡിവൈസ് മിക്കവാറും ഒരു 2022 തേർഡ് ക്വാർട്ടറിലായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നത്തിങ്ങിൻ്റെ ലോഞ്ചറൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്ലേ സ്റ്റോറിലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണത്. ബേസിക് ആയിട്ടുള്ള ഒരു ലോഞ്ചറാണ് ഇപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മിക്കവാറും സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലീക്കായി വന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ച് 6.43 ഇഞ്ചിൻ്റെ ഒരു ആമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും HDR 10+ൻ്റെ സപ്പോർട്ടും ഒക്കെ അവൈലബിൾ ആയിരിക്കുമെന്നും പറയുന്നുണ്ട്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ക്വാൾകോമിൻ്റെ ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത് എന്നാണ് ലേറ്റസ്റ്റ് ആയി ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സ്നാപ്ഡ്രാഗൺ 778G എന്ന ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഡിവൈസിൽ ഒരു 8GB റാം ആൻഡ് 120GB സ്റ്റോറേജ് ആയിരിക്കും ബേസ് ആയിട്ട് വരുന്നത്. ഇനി സിംഗിൾ വേരിയൻ്റ് ആണോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് 50 മെഗാ പിക്സലിൻ്റെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരുന്നത് എന്നാണ് പറയുന്നത്. ഫ്രണ്ടിലൊരു 32 മെഗാ പിക്സൽ സിംഗിൾ സെൽഫി ക്യാമറയുമായിരിക്കും വരുന്നത്. ബാറ്ററി ചാർജിങ് സെക്ഷനൊക്കെ നോക്കുന്ന സമയത്ത് 4500 mAh ബാറ്ററി ആയിരിക്കും വരുന്നത് എന്നാണ് പറയുന്നത്. ചാർജിങ്ങിൻ്റെ കാര്യം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ഈ ഒരു ഡിവൈസിൽ ഒരു വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്തിട്ടുള്ള നത്തിങ് OS ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ വരുന്ന യൂസർ ഇൻ്റർഫേസ്. എന്തായാലും ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസൊക്കെ എന്തായാലും നമുക്ക് വഴി അറിയാൻ സാധിക്കും. പുറത്തു വന്നിരിക്കുന്ന സ്മാർട്ട് ഫോണിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അപ്പോൾ ഈ ഒരു ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.